ഹലോ മക്കളെ, യെസ് അവന്യ മിസ് ആണ്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് അല്ലേ? ബേസിക് സയൻസിൽ ക്ലാസ് 5 ബേസിക് സയൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അല്ലേ. വെറും 3 ചാപ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, ജലം നിത്യജീവിതത്തിൽ, അതായത് വാട്ടർ ആൻഡ് ലൈഫ്, പിന്നെ ജീവനുള്ള വിത്തുകൾ, അതായത് സീഡ്സ് ഓഫ് ലൈഫ്, ദെൻ കയ്യെത്തും ദൂരത്ത് ആകാശം, സ്കൈ നിയർ അറ്റ് ഹാൻഡ്. ഈ 3 ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ജലം നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ വാട്ടർ ആൻഡ് ലൈഫ് കുറച്ച് പാട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഓണം എക്സാമിന് പഠിച്ചതാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പാർട്ടും കൂടി കൂട്ടി വേണം. അതായത് ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് തന്നെ പഠിക്കണം. പകുതിക്ക് തൊട്ട് ഹാഫ് പോർഷൻ തൊട്ട് പഠിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, മുഴുവനായിട്ട് തന്നെ പഠിക്കണം. ഫസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം എന്ത് ചെയ്യും, ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സും എന്താണ്, അത്യാവശ്യം ചെറിയ ചാപ്റ്ററാണ് അല്ലേ. ആ ഒരു കയ്യെത്തും ദൂരത്ത് ആകാശം അല്ലെങ്കിൽ സ്കൈ നിയർ അറ്റ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററാണ് കുറച്ചുകൂടി വലിയ ചാപ്റ്ററായിട്ടും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് അല്ലേ, പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ചാപ്റ്ററും. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് കൂടുതൽ ടൈം എടുത്ത് പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിലാണ് മുഴുവനും കൺഫ്യൂസിങ് ഫാക്റ്റ് ഉള്ളത്. കുറേ കൺഫ്യൂസിങ് ഫാക്ട്സ് എവിടെയാണുള്ളത്, നമ്മൾ ഈ ഒരു കയ്യെത്തും ദൂരത്ത് ആകാശം അല്ലെങ്കിൽ സ്കൈ നിയർ അറ്റ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇട്ട് കുഴപ്പിക്കാനും കുറേ ഓർ ക്വസ്റ്റ്യൻ വരാനും ഒക്കെയുള്ള ചാൻസ് ഈ ഒരു സ്കൈ നിയർ അറ്റ് ഹാൻഡ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. അപ്പം നന്നായിട്ട് പഠിക്കുക. ഈ 3 ചാപ്റ്ററിൻ്റെ ലൈവുകൾ എന്തുണ്ട്, നമ്മളെ യൂട്യൂബ് നിങ്ങൾ ലൈവ് സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എജുപോർട്ടിൻ്റെ ബൂസ്റ്റർ ബാച്ച് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടി പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെ നോക്കിക്കോ, 1249 അല്ലേ, 1249 നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് കിട്ടുന്നതാണ്. ഇവിടെയുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്നറിയോ, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിനും റെക്കോർഡ് ചെയ്യുന്നൊപ്പം ഈ ഒരു ചാപ്റ്റേഴ്സ് സബ് ടോപ്പിക്കായിട്ട് കുഞ്ഞു ടോപ്പിക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. വളരെ സിമ്പിളായിരിക്കും. നിങ്ങളായിട്ട് തന്നെ സ്വന്തമായിട്ട് ഇത് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളോട് ഈ ഒരു സീഡ്സ് ഓഫ് ലൈഫിൻ്റെ 2 വീഡിയോ കാണൂ, അല്ലെങ്കിൽ എന്താണ് വാട്ടർ ആൻഡ് ലൈഫിൻ്റെ അടുത്ത 3 വീഡിയോ കാണൂ, അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഷെഡ്യൂൾ തരും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സബ് ടോപ്പിക്കിനും ചെക്ക് പോയിൻറ്റ്സ്, അഡാപ്റ്റ്, അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. ഓക്കെ, റെക്കോർഡ് കണ്ടു ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് വരിക. അതായത് സൂം ലൈവുകളായിരിക്കും. നിങ്ങൾക്കും മിസ്സിനും നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, നമുക്ക് ആ ലൈവിലൂടെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും ഡൗട്ട് ക്ലിയറൻസ് ലൈവിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ്, നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റേഴ്സ് ഉണ്ടാകും. അതായത് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എജുപോർട്ടിൻ്റെ സ്റ്റുഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉഴപ്പാനൊന്നും പറ്റില്ല. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യും, മെൻറ്റേഴ്സ് വിളിക്കും. എന്തൊക്കെ പഠിച്ചു, ഇന്നത്തെ വീഡിയോസ് കണ്ടിനോ, നമ്മൾ ലൈവിൽ പങ്കെടുത്തായിരുന്നു, ലൈവിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ മെൻറ്റേഴ്സ് വിളിക്കും. ഓക്കെ, നിങ്ങളെ പാരൻസിനെ പോലെ നിങ്ങളെ കൂടെ നിൽക്കാൻ ആരുണ്ടാകും, മെൻറ്റേഴ്സിന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലൈവൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതായത് MCQ ടൈപ്പ് കേട്ടോ. അതായത് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണാറില്ലേ, അതുപോലത്തെ ക്വസ്റ്റ്യൻസും, പിന്നെ ഡിസ്ക്രിപ്റ്റീവ്, അതായത് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം പോലെ തന്നെ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല നോർമൽ എക്സാമില്ലേ, അതുപോലത്തെ എക്സാം നിങ്ങൾക്ക് നടക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ഒരു ചാപ്റ്റർ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നമ്മളെ എജുപോർട്ടിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, മിസ് എന്തിനായി 3 ചാപ്റ്റേഴ്സ് തന്നെ മുഴുവൻ യൂട്യൂബിലുണ്ട്? ഇല്ല, മുഴുവനായിട്ടൊന്നും യൂട്യൂബിലില്ല. യൂട്യൂബിന് ലിമിറ്റേഷൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ. കുറേ വീഡിയോസ് നമ്മളിപ്പം ഒരു ലൈവ് തന്നെ മിസ് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത്രയും ടെക്സ്റ്റുവൽ ബേസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടോ? ഇല്ല അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരുന്നു. അങ്ങനെയല്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ലേറ്റസ്റ്റ് അസസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോസ്, നമുക്ക് ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് അറിയണം അല്ലേ. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് അറിയണം. അതിനാണ് എജുപോർട്ടിൻ്റെ ആപ്പ്. യെസ്, ഇത് ചെറിയൊരു പ്രൈസിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നത്. ഓക്കെ, ഇപ്പോൾ പർച്ചേസ് ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ എജുപോർട്ട് മോഡൽ എക്സാം നടത്തുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതായത് ഫോർ എക്സാമ്പിൾ, നാളെ ഇപ്പോൾ എജുപോർട്ടിൻ്റെ ബേസിക് സയൻസിൻ്റെ മോഡൽ എക്സാം ആണെങ്കിൽ ഇന്ന് എന്തുണ്ടാകും, ബേസിക് സയൻസിൻ്റെ 3 ചാപ്റ്ററാണ്, 3 ചാപ്റ്ററിലെ ലൈവ് മിസ് എന്തുണ്ടാവും, മിസ് എടുക്കുന്നതായിരിക്കും. നാളെ മാത്സ് ആണെങ്കിൽ മാത്സ് ആരാണോ എടുക്കുന്നത്, ഇന്ന് അയാൾ
എന്ത് ചെയ്യും, ആ ഒരു മിസ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു ടീച്ചറോ അല്ലെങ്കിൽ സാറോ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇന്ന് സൂം ലൈവ് എടുക്കുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും നിങ്ങളെ പഠിപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എഡ്യൂപോർട്ടിലെ സ്റ്റുഡൻ്റ് ആവണോ വേണ്ടിയോ എന്നുള്ള കാര്യം. ഒന്ന് പാരൻസിനെയും കൂടി അറിയിക്കുക, ഈ വീഡിയോ പാരൻസിനും കൂടി കേൾപ്പിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡ്യൂപോർട്ടിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. അതായത് ഡെയിലി ക്ലാസ്സുകൾ, PYQ സെക്ഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ വരുന്നത് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലായിരിക്കും. ഇത് സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയാണ്, ക്രിസ്മസ് എക്സാമിന് മാത്രം വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരിക, അപ്പോഴും മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, നമ്മളെ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ പേര് അവന്യ എന്നാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ ബേസിക് സയൻസിൽ 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മറക്കണ്ട. 3 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. 2 ചാപ്റ്ററുകൾ വളരെ സിമ്പിളാണ്. 3ാമത്തെ ചാപ്റ്ററിന് കുറച്ചും കൂടി കൺഫ്യൂഷൻ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു കൊടുക്കുക. Okay, bye-bye.